GM മീഡിയ തിരുവനന്തപുരം. ഇന്നത്തെ വാർത്താ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ നിശ്ചൽ. ഇന്ന് 2026 ഫെബ്രുവരി 28 വെള്ളി. പ്രധാന വാർത്തകൾ. IPC കേരള സ്റ്റേറ്റ് ഉപവാസ പ്രാർത്ഥന മാർച്ച് 4 മുതൽ. UP-യിൽ മതപരിവർത്തനം ആരോപിച്ച് മലയാളി പാസ്റ്ററെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ യുണൈറ്റഡ് പെന്തക്കോസ്തൽ കൗൺസിൽ ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത്. ദോഹ ചർച്ച് ഓഫ് ഗോഡ് ഏകദിന കൺവെൻഷൻ ഇന്ന്. ഇടയ്ക്കാട് AG സഭാംഗം ജെസി സണ്ണി വാഹനാപകടത്തിൽ മരണമടഞ്ഞു. വാർത്തകൾ വിശദമായി. ഇന്ത്യ പെന്തക്കോസ്ത് ദേവസഭ കേരള സ്റ്റേറ്റ് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ത്രിദിന ഉപവാസ പ്രാർത്ഥന തിരുവനന്തപുരം പേരൂർക്കട IPC ഫെയ്ത്ത് സെന്ററിൽ മാർച്ച് 4, 5, 6 തീയതികളിൽ നടക്കും. സ്റ്റേറ്റ് പ്രസിഡന്റ് പാസ്റ്റർ KC തോമസ് ഉദ്ഘാടനം നിർവഹിക്കും. കൃപാവര പ്രാപ്തന്മാരായ ദൈവദാസന്മാർ ദൈവവചനങ്ങൾ ശുശ്രൂഷിക്കുന്നു. അനുഗ്രഹീത ഗായക സംഘം ഗാന ശുശ്രൂഷ നടത്തും. IPC-യിൽ പ്രശ്ന സങ്കീർണങ്ങൾ നിലനിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ ഉപവാസ പ്രാർത്ഥന കൊണ്ട് ഇന്ത്യ പെന്തക്കോസ്ത് ദേവസഭയ്ക്ക് ഒരു വലിയ മാറ്റമുണ്ടാകുമെന്നാണ് വിശ്വാസ സമൂഹത്തിന്റെ പ്രത്യാശ. ഈ ഉപവാസ പ്രാർത്ഥനയിൽ എല്ലാ കൗൺസിൽ മെമ്പർമാരും, സെന്റർ പാസ്റ്റർമാരും, ഏരിയ പാസ്റ്റർമാർ, ലോക്കൽ സഭാ ശുശ്രൂഷകന്മാർ, വിശ്വാസ സമൂഹം എന്നിവർ പങ്കെടുക്കുന്നു. ഈ ആത്മീയ സംഗമം ഒരു വലിയ മാറ്റത്തിന് കാരണമാകുമെന്ന് വിശ്വാസ സമൂഹം ആഗ്രഹിക്കുന്നു. UP-യിൽ മതപരിവർത്തനം ആരോപിച്ച് മലയാളി പാസ്റ്റർ അറസ്റ്റിൽ. ശക്തമായ പ്രതിഷേധവുമായി യുണൈറ്റഡ് പെന്തക്കോസ്തൽ കൗൺസിൽ രംഗത്ത്. ഉത്തർപ്രദേശിൽ മതപരിവർത്തനാരോപണത്തിൽ അറസ്റ്റിലായത് പാസ്റ്റർ ജോസ് തോമസ് ആണ്. ക്രിസ്ത്യൻ സമൂഹത്തിൽ വ്യാപകമായ പ്രതിഷേധത്തിന് ഇടയാക്കിയിരിക്കുകയാണ്. സംസ്ഥാനത്തെ മതപരിവർത്തന വിരുദ്ധ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയതെന്ന് പോലീസ് അറിയിച്ചു. സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്നും ബന്ധപ്പെട്ട അധികാരികൾ വ്യക്തമാക്കി. കഴിഞ്ഞ 20 വർഷമായി സുവിശേഷ വേല നടത്തിവരികയായിരുന്നു ജോസ് തോമസിന്റെ അറസ്റ്റ് വിശ്വാസികളുടെ ഇടയിൽ ആശങ്ക വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. മതസ്വാതന്ത്ര്യവും ആരാധനാ സ്വാതന്ത്ര്യവും ഭരണഘടന ഉറപ്പു നൽകുന്ന അടിസ്ഥാന അവകാശങ്ങളാണെന്ന് വിവിധ ക്രിസ്ത്യൻ സംഘടനകളും നേതാക്കളും ചൂണ്ടിക്കാട്ടി. ഈ വിഷയത്തിൽ UPC ദേശീയ പ്രസിഡന്റ് ബാബു പറയത്തുകാട്ടിലും ദേശീയ ജനറൽ സെക്രട്ടറി പാസ്റ്റർ തോമസ് സമുവേലും സംയുക്ത പ്രസ്താവനയിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി. മതപരിവർത്തനത്തിന്റെ പേരിൽ പാസ്റ്റർമാരെ അറസ്റ്റ് ചെയ്ത് തടവിലാക്കുന്നത് സ്ഥിരം സംഭവമായി മാറുകയാണെന്ന് അവർ ആരോപിച്ചു. നിയമത്തിന്റെ പേരിൽ ക്രിസ്ത്യൻ സമൂഹത്തെ ലക്ഷ്യമിടുന്ന സമീപനം അംഗീകരിക്കാനാകില്ലെന്നും ഇരുവരും വ്യക്തമാക്കി. ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ചാൽ കേന്ദ്ര സ്ഥാപനങ്ങളുടെ മുന്നിൽ നിരാഹാര സമരം ഉൾപ്പെടെയുള്ള ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ദേശീയ ഭാരവാഹികൾ മുന്നറിയിപ്പ് നൽകി. ക്രിസ്ത്യൻ സമൂഹം ഒന്നിച്ചു നിൽക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞുവെന്നും മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഏകോപിതമായ ശക്തമായ പ്രതികരണം അനിവാര്യമാണെന്നും നേതാക്കൾ അഭിപ്രായപ്പെട്ടു. ദോഹ ചർച്ച് ഓഫ് ഗോഡ് ഖത്തർ റീജിയന്റെ ആഭിമുഖ്യത്തിൽ ഏകദിന കൺവെൻഷൻ ഗോസ്പൽ ഫെസ്റ്റ് ഫെബ്രുവരി 28 ഇന്ന് വൈകിട്ട് 7 മണി മുതൽ 9:30 വരെ IDCC കോംപ്ലക്സിൽ ചർച്ച് ഓഫ് ഗോഡ് ഇൻ ഖത്തർ ഹാളിൽ നടക്കും. ക്രിസ്തുവിൽ ഒന്നായി മുന്നേറുക എന്നതാണ് തീം. കേരള സ്റ്റേറ്റ് ഓവർസിയർ പാസ്റ്റർ Y. റെജി പ്രസംഗിക്കും. ചർച്ച് ഓഫ് ഗോഡ് ഖത്തർ റീജിയൻ ഓവർസിയർ പാസ്റ്റർ സാം T. ജോർജ് നേതൃത്വം നൽകും. കുന്നത്തൂർ പത്തനാപുരത്തുണ്ടായ വാഹനാപകടത്തിൽ ഇടയ്ക്കാട് AG സഭാംഗമായ ജെസി സണ്ണിക്ക് ദാരുണാന്ത്യം. ഇടയ്ക്കാട് സ്വദേശിയായ ജെസി പത്തനാപുരം അടൂർ റൂട്ടിൽ ഇന്ന് രാവിലെ ബന്ധുവീട്ടിലേക്ക് പോകുമ്പോൾ പിറകിൽ നിന്നും ടോറിസ് ലോറി ഇടിച്ചാണ് അപകടം ഉണ്ടായത്. പത്തനാപുരത്തെ സ്വകാര്യ ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മക്കൾ സിജോ, സ്റ്റെഫി. വാർത്തകൾ ചുരുക്കത്തിൽ. IPC കേരള സ്റ്റേറ്റ് ഉപവാസ പ്രാർത്ഥന മാർച്ച് 4 മുതൽ. UP-യിൽ മതപരിവർത്തനം ആരോപിച്ച് മലയാളി പാസ്റ്ററെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ യുണൈറ്റഡ് പെന്തക്കോസ്തൽ കൗൺസിൽ ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത്. ദോഹ ചർച്ച് ഓഫ് ഗോഡ് ഏകദിന കൺവെൻഷൻ ഇന്ന്. ഇടയ്ക്കാട് AG സഭാംഗം ജെസി സണ്ണി വാഹനാപകടത്തിൽ മരണമടഞ്ഞു. ഇന്നത്തെ ന്യൂസ് ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. അടുത്ത വാർത്തകളുമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.